ഹായ് ഓൾ, അസ്സലാമലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഇഫ്താറിൻ്റെ ഒരു സ്പെഷ്യൽ വിഭവമാണ് കേട്ടോ കാണിക്കുന്നത്. സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്, കോഴിപ്പത്തലും. പിടി എന്ന് പറയും, കുഞ്ഞിപ്പത്തൽ എന്ന് പറയും, അങ്ങനെ പല പേരുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് ആദ്യം നമുക്കൊന്ന് ഇതിനുള്ള പൊടി കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് നമുക്ക് ആവശ്യത്തിന് എത്രയാണോ പൊടിയുള്ളത്, അല്ല വീട്ടിലെ ആൾക്കാരുടെ എണ്ണം അനുസരിച്ചിട്ടാണല്ലോ നമ്മൾ പൊടി എടുക്കുക. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ തോന്നെ ആൾക്കാരുള്ളത് കാരണം നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള പൊടിയെടുത്ത് അതിലേക്ക് നമ്മൾ വെള്ളമൊക്കെ ഒന്ന് ചൂടാൻ വെച്ച് ഉപ്പിട്ട് പൊടി ഇട്ട് കൊടുത്ത്, പിന്നെ നമ്മൾ തേങ്ങ, പെരിഞ്ചീരകം, ചെറിയ ഉള്ളി ഇതൊക്കെ കൂടിയിട്ടൊന്ന് മിക്സിയിൽ ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഈ പൊടി വാട്ടണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാതും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് നമ്മളതൊരു സോഫ്റ്റായി വന്നിട്ടുണ്ടാവും കേട്ടോ. പൊടി കണ്ട സോഫ്റ്റായി വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫാക്കിയിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ല രീതിയിലൊന്ന് കുഴച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ ചെറിയ ചെറിയ പിടികളാക്കിയിട്ട് അതിൻ്റെ നടുവിലൊരു കുഴി കുത്തിയിട്ട് നടുവിൽ ചെറിയൊരു കുഴി ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അങ്ങനെയാണ് കുഞ്ഞിപ്പത്തൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് നന്നായിട്ട് ഇതൊക്കെ കുഴച്ച് എടുത്തിട്ട് ഞാൻ അതിന്മേ കുറച്ച് എണ്ണയൊക്കെ ഒന്ന് തടവി കൊടുത്ത് പിന്നെ ഇതാ പിടി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ചെറിയ ചെറിയ റോളാക്കാൻ നമുക്ക് ഇതിലും ചെറുതാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യട്ടോ. അപ്പോൾ നമുക്കൊന്ന് വേഗം ഒന്നായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊരു വലുതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് ആക്കി വന്നു കഴിഞ്ഞാൽ പത്തൽ റെഡിയായി. പിന്നെ അതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാനാണല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുകയാണ്. ഇങ്ങനെ ചെറിയ ചെറിയ റൗണ്ടാക്കിയിട്ട് അതിൻ്റെ നടുവിലൊരു കുഴി കുത്ത് കണ്ട അവിടെ ഇത്രയും റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ട് അതിൽ ആ വെള്ളം ഒന്ന് ചൂടായി വന്നാൽ തട്ട് വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ വാഴയിലൊന്ന് വെച്ച് കൊടുക്കും കേട്ടോ. വാഴയില ഇല്ലാണ്ടും ചെയ്യാം, നമുക്ക് വാഴയിലയിലും ചെയ്യാം. അപ്പോൾ അതൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഞാനിവിടെ 2 ട്രിപ്പായിട്ടാണ് ചെയ്യണത്, കാരണം ഞങ്ങൾക്ക് കുറച്ച് തോനെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പാണ് ഇപ്പോൾ ഞാൻ വെക്കണത്. അതിലേക്ക് നമ്മൾ ഈ കുഞ്ഞിപ്പത്തലൊക്കെ ഇട്ട് കൊടുക്കാം. അതൊരു 5 മിനിറ്റ് വരെ 5 മിനിറ്റൊക്കെ ഒന്ന് മതി. അപ്പോൾ ഇതിന് ആവിയിൽ തന്നെ വേഗം വെന്ത് കിട്ടും നമുക്ക് കേട്ടോ. നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ അതവിടെ സെറ്റാകുമ്പോൾ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കണം. നമ്മൾ ചിക്കനിലാണല്ലോ, കോഴിയും പത്തലുമാണ് ഉണ്ടാക്കുന്നത്. ഇത് ബീഫിലും ഫിഷിലും അതേപോലെ മട്ടൻ എല്ലാത്തിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് കേട്ടത്. അപ്പോൾ നമ്മളിന്ന് കോഴിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ സാധാ രീതിയിൽ തന്നെ ചിക്കൻ കറി വെക്കുന്ന രീതിയിൽ എണ്ണ ഒഴിച്ചിട്ട് കുക്കറിലാണ് വെക്കുന്നത്. സവാളൊക്കെ ഇട്ട് കൊടുത്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേപ്പില ഇട്ട് കൊടുത്ത്, എന്നിട്ട് പിന്നെ സവാളൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മൾ എത്രയാണോ ചിക്കൻ എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് നമ്മൾക്ക് കറി നമ്മൾ അതിനുള്ള സാധനങ്ങൾ എടുക്കുകയാണല്ലോ ചെയ്യുക. അപ്പോൾ ഞാൻ പിന്നെ പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ കാശ്മീരി ചില്ലി 1 ടീസ്പൂണ്, സാദാ മുളകും പൊടി 1 ടീസ്പൂണ്, പിന്നെ ഉപ്പ്. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് പിന്നെ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. സാധാ നോർമൽ നമ്മൾ ചിക്കൻ കറി വെക്കുന്നത് എങ്ങനെയാണോ അങ്ങനെയാണ് ഇട്ട് വെക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കാം. 2 വിസിൽ വന്നപ്പോൾ ഞാൻ തീ ഓഫാക്കിയിട്ടാണ്. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഡിഷാണ്. എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ടൊന്ന് ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായം പറയണം. നല്ല ടേസ്റ്റുള്ള ഒരു ഫുഡാണ് കേട്ടോ. ഞങ്ങൾക്കിന്ന് നോമ്പ് തുറക്ക് ഇതായിരുന്നു ഫുഡ്. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് 2 വിസിൽ വന്ന് ഞാൻ തീ ഓഫാക്കാം കേട്ടോ. അപ്പോൾ അതവിടെ നമുക്ക് അതും അവിടെ. അപ്പോൾ നമ്മൾക്കിതിൽ ഇനി തേങ്ങ വറുത്തരച്ചിട്ട് ചേർക്കണം. അപ്പോൾ നമ്മൾ ഓൾറെഡി നോമ്പിന് തേങ്ങ
വറുത്ത് വെച്ചതായിരുന്നല്ലോ. അപ്പോൾ അത് നമ്മൾ അരച്ചിട്ട് ഈ വെന്ത് വന്ന ചിക്കൻ കറി ഞാനൊരു ഉരുളിയിലേക്ക് മാറ്റിയിട്ട് നമുക്കൊന്ന് ഇളക്കാനൊരു സുഖത്തിനൊക്കെ പത്തലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇളക്കാനൊരു സുഖത്തിന് ഞാൻ ചെറിയൊരു ഉരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കറി വെന്ത് വന്നത് കേട്ടോ. 2 വിസിൽ വന്നപ്പോൾ ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് നമ്മൾ തേങ്ങ വറുത്തരച്ചതും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്ത്. അപ്പോഴത്തേന് ഇതവിടെ കുഞ്ഞിപ്പത്തലൊക്കെ ആവി വന്നിട്ട് ഞാൻ 2 സെറ്റ് ഞാൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ആദ്യത്തെ സെറ്റ് നമ്മളിതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 2ാമത്തെ സെറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇതാ എല്ലാതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. നമ്മൾ ആ വറുത്തരച്ച് തേങ്ങ ഒഴിച്ച് കൊടുത്തതിൻ്റെ ശേഷം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടോ. എന്നിട്ടാണ് നമ്മൾ കുഞ്ഞിപ്പത്തൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ പിന്നെ നമ്മൾ അതൊക്കെ ഒന്ന് മിക്സാക്കി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മേലെ നമുക്ക് എന്തിടാം, മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ചെറിയ ഉള്ളില്ലേ അതൊന്ന് തൂമിച്ചിട്ട് ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം റെഡിയായി. നല്ല ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കാനും കഴിക്കാനും ഉണ്ടാക്കാനും എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം, ഷെയറും ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.